സർക്ക എപ്പോ വന്നാലും പിന്നെ അടിപൊളിയായിട്ട് തകർത്തിട്ട് പോകുള്ളൂ. എനിക്ക് തോന്നുന്നു ശരത് സാർക്ക് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചോദിക്കാം ശരത് സാർ. മോളെ നല്ല പാട്ട് മോള് പാടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉറപ്പായിട്ട് അങ്ങനെ പറയണം. ഈ സന്തോഷമില്ലാത്ത എന്താ ചോദിക്കും. ഇതെന്താണ് ഒരു ഹാപ്പിനെസ് ഇല്ലാത്തത്? ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് പാടേണ്ട പാട്ടാ ഇത്. മോളെ ഒരു സന്തോഷമേ തോന്നിയില്ലടാ ഒരു ഫ്രേസിലും. അതെന്താണ് അങ്ങനെ? റിഹേഴ്സൽ പാടിയപ്പോൾ തൊണ്ടയിൽ എന്താ പറയുക സ്ക്രാച്ച് വന്നു. അപ്പോൾ ഒരു സന്തോഷം അങ്ങ് പോയി സ്ക്രാച്ചിൻ്റെ കൂടെ. അയ്യോ അത് മോളെ അതല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഒരു ചിരി എല്ലാ ഫ്രേസിലും വേണ്ട ഒരു പാട്ടാണ് മോളെ. അപ്പോൾ അത് ചിരിക്കാതെ അല്ലേ സീരിയസ് ആയിട്ട് അതെന്താ അങ്ങനെ ആയിപ്പോയത്? എനിക്ക് ഭയങ്കര ഒരു സ്ഥലത്ത് സന്തോഷമില്ല. മോളിങ്ങനെ വിഷമിക്കുക ആപ്പാടെ. സ്ക്രാച്ചൊക്കെ വരട്ടെടാ പോട്ടെ. അത് നമുക്ക് കിട്ടുന്ന ഒരു അവസരം അങ്ങ് മുതലാക്കണ്ടേ? അതല്ലേ വേണ്ടത്. അതിങ്ങോട്ടും പറയുന്നുണ്ട് ശരിയാണെന്ന്. മോളെ ഒന്ന് പാടാമോ? ഒന്ന് ചിരിച്ചോണ്ടൊന്ന്. കണ്ണാടി കയ്യാ മോളെ, വല്ലവരും കൈ ഒടിച്ചതല്ല, കണ്ണാടി കയ്യാ. അപ്പൊ അതിനൊരു സന്തോഷം പറട്ടെ എല്ലാ ഫ്രേസിലും. ചിരിക്കുന്ന ചിരിയില്ലേ പാടുമ്പോ വരട്ടെ. കല്യാണം കണ്ടോ കാക്കാത്തിക്കിളി. മോളെ അത് തന്നെ കിളിയേ കിളിയേ അങ്ങനെ ആക്കുമ്പോഴത്തെ കുറേ കൂടെ ശോകമാ. അത് കിളിയേ മതി. കിളി കിളി മതി. അത് താത്തീര കാക്കാത്തിക്കിളിയേ. അതെന്തോ ഒരു 5 പൈസയുടെ പിടുത്തമുണ്ട് അവിടെ മോക്ക്. തീരി കാക്കാത്തിക്കിളിയേ. അത് മോക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്ലിപ്പിന്റെ വക്കില്, ഒരു തെന്നലിന്റെ വക്കിലാണ് കാക്കാത്തി ഉള്ളതെന്ന്. അവരുടെ പല്ല് പോവും ഇങ്ങനെയാണെങ്കിൽ. മക്കൾ ഒന്നുകൂടെ പാടാമോ കാക്കാത്തി? കാക്ക അത് വേണ്ട, എന്നാ മറ്റേതും അല്ല, രണ്ടിന്റെ ഇടയ്ക്ക്. അത് മോക്ക മനസ്സിലാവുന്നില്ല. ശരിയാണോ? അത് ശരിയാണോ ഇപ്പൊ പാടിയത്? അല്ല, ഒന്നുകൂടെ പാടൂ. മോളെ ഇതിനെ വാവിനും സംക്രാന്തിക്കും വന്നാ പോരാ, എപ്പം പാടുമ്പോഴും അതുപോലെ വരണം കാക്കാത്തി, കേട്ടോ? മക്കളുടെ പ്രായം അതാണ്, അതുകൊണ്ട് പറയുന്നത്. പിന്നെ ഉള്ളത്തിൽ അതൊന്ന് പാടിയേ. ഉള്ളത്തിൽ ചിണ്ടുമല്ലി പൂവിരിഞ്ഞൊരാളും ചിരിക്കി. ഉള്ളത്തിൽ ചിണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ? ശരിക്കും മോളെ ആളുണ്ടോ? അറിഞ്ഞ അയാള് ചത്ത അയാള് എന്ത് ചോദിക്കുന്ന മോളെ മോള് പാടുന്ന ആളുണ്ടോ? സർഗ ചിരിച്ചിട്ട് പാടും ഭയങ്കര ആഹാ. അഴകോലും തമ്പ്രാനുണ്ടോ? മോളെ അങ്ങനെ വിഷമിക്കാതെ ഇത് തമ്പ്രാൻ പട്ടിണി കിടന്നിട്ട് തമ്പ്രാനുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ മോള് പാടുന്നത്. മോളെ അത് ചിരിച്ചോണ്ട് പാടറാ. ഈ സമയത്ത് ചിരിച്ചല്ലേ നീ പിന്നെ എപ്പം ചിരിക്കാനാ? സർഗ ഇപ്പം ചിരിച്ചിട്ട് പാടാൻ എന്ത് രസാ കേൾക്കാൻ. ബ്യൂട്ടിഫുൾ മോളെ. അത് എന്താ പറയാ, മോള് ചിരിയിൽ തുടങ്ങും, അപ്പൊ ആ പ്ലസന്റ്നെസ് ഉണ്ട്, പിന്നെ ഇതങ്ങ് മായും, അപ്പൊ ആ പാട്ടിന്റെ പ്ലസന്റ്നെസ്സും പോയി. പിന്നെ കരയും മോള്. ആ ലൈൻ തീരാറാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ പാടിക്കേ. ആ തമ്പ്രാനുണ്ടോ എന്ന് അസാധ്യമായിരിക്കണം. അഴകോലും അഴകോലും തമ്പ്രാനുണ്ടോ? അപ്പൊ അതിന് ഒരു വിഷമം കിടക്കുക കേട്ടോ. വിഷമം തമ്പ്രാനുണ്ടോ? നാക്കണ്ട മോളെ. കണ്ണാടി കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയേ. ഉള്ളത്തിൽ ചിണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ? അഴകോലും തമ്പ്രാനുണ്ടോ?
ഒരു സന്തോഷം, മോടെ മുഖത്തൊരു ചിരി വന്നപ്പോൾ കാണാനും സുന്ദരിയായി, പാട്ടിനും ഒരു സൗന്ദര്യം വന്നു. അങ്ങനെ മക്കളെ ഓരോന്നിനും ഒരു പാട്ട് നമ്മളിലേക്ക്, നമ്മളൊരു മനുഷ്യനിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഫീല് നമ്മുടെ മുഖത്ത് ആ ചിരിച്ചോണ്ട് പാടുമ്പോൾ തന്നെ ഒരു ബ്യൂട്ടി വരും മോളെ ആ പാട്ടിന്, കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. മോള് ഒരു വളരെ ടാലൻ്റുള്ള ഒരു കുട്ടിയാണ് നീ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ശരി സാർ. സർഗ നല്ല ഉഗ്ര ശബ്ദം കേട്ടാ, നല്ലൊരു വോയിസ്. താങ്ക് യു സാർ. കുറച്ച് ചിത്രയെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മേ ബി ഈ പാട്ട് കൊണ്ടായിരിക്കാം. എപ്പോഴും നമ്മുടെ ഒരു സ്റ്റൈൽ കണ്ടെത്തണം. നമ്മുടെ ശബ്ദം എന്താണ്, നമ്മുടെ സ്റ്റൈൽ എന്താണെന്ന് കണ്ടെത്തണം. ഞാൻ ആദ്യം ഹാപ്പിനെസ്സാണ് ഞാൻ വിചാരിച്ചത്. ഹാപ്പിനെസ്, കോൺഫിഡൻസ്, ഈ രണ്ട് സാധനം. ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാടുന്നത്. ഒരു പാട്ട് പാടുന്നത് വേറെ ഒന്നിനല്ല, കറക്റ്റായിട്ട് പാടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പാട്ട് പാടേണ്ടത്. കറക്റ്റായിട്ട് പാടിയാൽ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യും, പ്രൊഫഷണലായിട്ട് ഒരു ലെവലിലെത്തും കറക്റ്റായിട്ട് പാടിയാൽ. ബട്ട് കറക്റ്റായിട്ട് മാത്രം പാടിയാൽ പോരാ, ഫീൽ വേണം. ഓൾ ദാറ്റ് ഇസ് ദാറ്റ്. നമ്മളെ മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാടുന്നത്. സോ ആൻഡ് വെൻ യു കം ആൻഡ് സ്റ്റാൻഡ് ദെയർ, കോൺഷ്യസ് ആവും നമ്മൾ. ബിക്കോസ് എത്ര പേര് ഇവരൊക്കെ എന്ത് പറയും, ഇയാൾ എന്ത് പറയും എന്നുള്ളത് എല്ലാം ആലോചിക്കും നമ്മൾ. ബട്ട് അത് ഫർഗെറ്റ് ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് യു സേ ടേക്ക് എവറിത്തിങ് വാട്ട് എവർ ഹി സേസ് വിത്ത് യുനോ. അയാൾ പറയുന്നതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സീരിയസ് എന്ന് പറഞ്ഞാൽ ഹിസ് എക്സ്പീരിയൻസ് ഇസ് ജീനിയസ്, എല്ലാമാണ് ഇങ്ങനെ. പക്ഷെ ഭയങ്കര ഹ്യൂമറോട് കൂടിയാണ് പറയുന്നത്. യു ടേക്ക് ദാറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് പാടുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കില്ല. ഇയാളെന്ത് പറയും, മറ്റാളെന്ത് പറയും എന്നുള്ള കാര്യം. ദാറ്റ്സ് നോട്ട്, യു ആർ നോട്ട് സിംഗിങ് ഫോർ ദാറ്റ്. പാടുന്നത് ഫോർ യുവർ സെൽഫ്. നമ്മളെ മറക്കാൻ വേണ്ടിയിട്ടാണ് പാടുന്നത്. അത് കഴിഞ്ഞാൽ സോ ഹാപ്പി, ബി ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ്. കോൺഫിഡൻസ് ആൻഡ് ഹാപ്പിനെസ്, ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ നല്ല ബാക്കി എല്ലാം ഉണ്ട്. നല്ല ശബ്ദമുണ്ട്, ഒരുവിധം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഗുഡ് ലക്ക്. നെക്സ്റ്റ് ടൈം സിംഗ് വിത്ത് ഹാപ്പിനെസ്. ഗുഡ് ലക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശ്രീനി സാർ. ഷാനിക. മോള് കുറച്ചധികം ഇത്തവണ ടെക്നിക്കാലിറ്റിയിൽ ശ്രദ്ധിച്ചോ? അങ്ങനെയില്ല. പിന്നെ ഞാൻ പാടുമ്പോ ഞാൻ വിചാരിക്കുന്ന ഞാൻ ചിരിക്കുന്നുണ്ട്. ഇല്ലല്ല, അതിനൊരു കോൺഷ്യസ് എഫേർട്ട് എടുക്കണം. അത് പാട്ടെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പാട്ട് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ചിരിയും ആ ഭാവവും ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും തനിയെ. ഇത് വേറെ എവിടെയോ ആയിരുന്നു ശ്രദ്ധ. തെറ്റിപ്പോവോ, സ്ക്രാച്ച് വരുമോ എന്നുള്ള ടെൻഷനിൽ മൊത്തം പാട്ടിൻ്റെ ഫീല് വേറെ ഫീലായി. കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടോന്ന് പറഞ്ഞാൽ എന്തോ കുളമായ കല്യാണം പോലെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ടൈം അണ്ടർസ്റ്റാൻഡ് ദ സോങ്. ആ പാട്ട് എന്തിനാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇൻവോൾവ് ചെയ്ത് പാടുക കേട്ടോ. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. സർഗ, എന്തോ മാർക്സ് ചോദിക്കാം. ശരത് സാർ. ഞാനോ? മാർക്ക് താ മക്കളെ എന്തോ 7.5. താങ്ക് യു സാർ. ഞാനത് ചിരിച്ചോണ്ടാ പറഞ്ഞത്. അതെ, ഉണ്ടോ? മാർക്കും. താങ്ക് യു ശരത് സാർ. ഷാനിക 7.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. 15 മാർക്സ്. കുഴപ്പമില്ല, നമുക്കിനി സെലിബ്രേഷൻ റൗണ്ട് ഉണ്ടല്ലോ, പൊളിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.